യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ജൂലൈ 14-ന് 80 വയസ്സ് തികഞ്ഞു. വെറുമൊരു കേക്ക് മുറിക്കലിൽ ഒതുങ്ങിയില്ല. തന്റെ 80-ാം ജന്മദിനം രക്തം കണ്ട് ആഘോഷിക്കുകയായിരുന്നു ട്രംപ്. ജന്മദിനാഘോഷം എന്നതിനപ്പുറം വരാനിരിക്കുന്ന യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോന്ന ഒരു രാഷ്ട്രീയ ശക്തി പ്രകടനമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ 250-ാം സ്വാതന്ത്ര്യ വർഷത്തിന്റെ കൂടി ആഘോഷമാണ് വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ചത്. 571 കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവിടുന്നത്. ട്രംപിന്റെ ചോരക്കളിയെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. മുൻപ് ജോ ബൈഡന്റെ പ്രായത്തെ നിരന്തരം പരിഹസിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ സ്വയം തന്റെ പ്രായത്തെ ഒരു പോസിറ്റീവ് ഘടകമായി മാറ്റാനാണ് ശ്രമിക്കുന്നത്. 80 വയസ്സിലേക്ക് അടുക്കുമ്പോഴും താൻ ഇപ്പോഴും ഊർജ്ജസ്വലനാണെന്നും അമേരിക്കയെ നയിക്കാൻ തനിക്കാണ് ഏറ്റവും യോഗ്യതയെന്നും വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വനാഘോഷത്തിന്റെ പ്രധാന ലക്ഷ്യം. വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൌസ് വസതി ചരിത്രത്തിലാദ്യമായി ഒരു പ്രൊഫഷണൽ കായിക മാമാങ്കത്തിന്, അതും ചോര ചിന്തുന്ന ഒരു കേജ് ഫൈറ്റിംഗ് മത്സരത്തിന് വേദിയാവുകയായിരുന്നു. വൈറ്റ് ഹൌസിന്റെ തെക്കേ പുൽത്തകിടിയിൽ അത്യന്തം ആവേശം നിറഞ്ഞ UFC ഫ്രീഡം 250 അരങ്ങേറിയത്. വൈറ്റ് ഹൌസിന്റെ ചരിത്ര പ്രസിദ്ധമായ സൗത്ത് ലോണിൽ ആകെ 7 ആവേശകരമായ UFC മത്സരങ്ങളാണ് നടക്കുക. 92 അടി ഉയരത്തിൽ ദ ക്ലോ എന്ന പേരിൽ പടുകൂറ്റൻ കൂടാരവും അതിനുള്ളിൽ ഒരു ഗോതയും ഇതിനായി ഒരുക്കിയിരുന്നു. ആയോധന കലകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ലാസ് വേഗസ് ആസ്ഥാനമായുള്ള കമ്പനിയായ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 14 താരങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. വൈറ്റ് ഹൌസ് കോമ്പൗണ്ടിലെ താൽക്കാലിക ഗാലറിയിൽ മാത്രം 4000-ത്തിലധികം പ്രമുഖർക്ക് നേരിട്ടിരുന്ന് കളി കാണാം. ഇതിനു പുറമെ തൊട്ടടുത്തുള്ള ദ എലിപ്സ് പാർക്കിൽ വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ച് ഏകദേശം 20,000 മുതൽ 25,000 വരെ കാണികളെ ഉൾക്കൊള്ളാനാണ് വൈറ്റ് ഹൌസ് ലക്ഷ്യമിടുന്നത്. ഈ 2 സ്ഥലങ്ങളിലുമായി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ 85,000 സൗജന്യ ടിക്കറ്റുകളാണ് UFC തയ്യാറാക്കിയത്. ഏതാണ്ട് $6 കോടി, ഏകദേശം 571 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഈ വൻ പരിപാടി ഒരുക്കുന്നത്. ഈ തുക പൂർണ്ണമായും UFCയുടെ മാതൃകമ്പനിയായ TKO ഗ്രൂപ്പ് ഹോൾഡിംഗ്സ് ആണ് വഹിക്കുന്നത്. അമേരിക്കൻ ചരിത്രത്തിൽ ഇതുവരെ വൈറ്റ് ഹൌസിനുള്ളിൽ ഒരു പ്രൊഫഷണൽ കായിക മത്സരം, പ്രത്യേകിച്ച് ഇത്തരം തീവ്രമായ ശാരീരിക പോരാട്ടങ്ങൾ നിറഞ്ഞ ഒരു മത്സരം നടന്നിട്ടില്ല. മുൻകാലങ്ങളിൽ വിദേശ ഭരണാധികാരികൾക്കുള്ള ഔദ്യോഗിക വിരുന്നുകൾക്കും പത്രസമ്മേളനങ്ങൾക്കും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കും മാത്രം സാക്ഷ്യം വഹിച്ച സൗത്ത് ലോണാണ് ഇപ്പോൾ ചോര ചിന്തുന്ന അങ്കത്തട്ടായി മാറിയിരിക്കുന്നത്. ഇറാൻ യുദ്ധം കാരണം US ജനത വിലക്കയറ്റത്താൽ വലയുമ്പോൾ ഇത്രയധികം പണം ചെലവിടുന്നതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. വൈറ്റ് ഹൌസ് പോലൊരു പവിത്രമായ ചരിത്ര സ്മാരകത്തെ ട്രംപ് തന്റെ വ്യക്തിപരമായ ആഘോഷങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുകയാണെന്നും കുറ്റപ്പെടുത്തലുകളുണ്ട്. കടുത്ത ശാരീരിക അക്രമവും ചോര ചൊരിച്ചിലും നിറഞ്ഞ ഒരു മത്സരത്തിന് വൈറ്റ് ഹൌസ് വേദിയാക്കുന്നത് തികച്ചും മോശമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധ സാഹചര്യങ്ങളും പണപ്പെരുപ്പവും കാരണം സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരം ആഡംബര സർക്കസുകൾ നടത്തുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അന്താരാഷ്ട്ര തലത്തിൽ പലവിധ ആയോധന കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് UFCയുടെ CEO ഡാന വൈറ്റുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൌസിലെ പരിപാടി എന്നാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. അമേരിക്കൻ ജനതയ്ക്കുള്ള സമ്മാനമായാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് ടെലിവിഷൻ ചാനലുകൾ പോലും സംപ്രേഷണം ചെയ്യാൻ മടിച്ച മനുഷ്യർ തമ്മിലുള്ള കോഴിപ്പോര് എന്ന് വിമർശകർ വിശേഷിപ്പിച്ച ഒന്നായിരുന്നു UFC. എന്നാൽ ഇന്ന് കോടിക്കണക്കിന് ആരാധകരുള്ള ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കായിക പ്രതിഭാസമായി അത് മാറിയിരിക്കുന്നു. പിറന്നാൾ ദിനത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നയതന്ത്ര പ്രഖ്യാപനവും ട്രംപ് നടത്തി. ഇറാനുമായുള്ള ദീർഘകാലത്തെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പുതിയ കരാറിന്റെ സൂചനകൾ അദ്ദേഹം പുറത്തുവിട്ടു. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ വാഷിംഗ്ടണിന്റെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ആവേശകരമായ പ്രകടനവും നടന്നു. വൈറ്റ് ഹൌസിന് മുകളിലൂടെ പറന്നുയർന്ന യുദ്ധവിമാനങ്ങൾ രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്നതായിരുന്നു.